നമസ്കാരം. പിണറായിയുടെ ദുർഭരണം അവസാനിക്കാൻ വേണ്ടി ഏറ്റവും അധികം കഠിന പ്രയത്നം ചെയ്ത മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. ₹1 പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഈ നശിച്ച ഭരണം ഇല്ലാതാകാൻ വേണ്ടി പ്രതിപക്ഷത്തിന് ഗുണകരമായ നിലപാടെടുത്തത്. കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും അല്ലാതെയും ചെലവഴിച്ച് പിണറായി വിജയനും CPM എഴുതി ചേർത്ത PR ഗിമ്മിക്സുകളൊക്കെ ₹1 പ്രതിഫലം കൈപ്പറ്റാതെ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ട് പുതുതായി അധികാരത്തിലെത്തുന്ന സർക്കാർ എൻ്റെ വാക്കുകൾ കേൾക്കണമെന്നോ എൻ്റെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കണമെന്നോ പോലും ഒരു നിർബന്ധവുമില്ല. ഈ കണക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ആരുടെയും അടുത്തേക്ക് പോവാൻ യാതൊരു താല്പര്യവുമില്ല. എന്നാൽ നശിച്ച ഭരണം അവസാനിക്കുമ്പോൾ പകരം ചുമതലയേൽക്കുമെന്ന് കരുതപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന UDFിലെ നേതാക്കന്മാർ ഇപ്പോൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ചക്കളാത്തി പോരാട്ടം കാണുമ്പോൾ കടുത്ത നിരാശയും ദുഃഖവും രോഷവും തോന്നുന്നുണ്ട്. പിണറായിസ്റ്റ് ഭീകരത അവസാനിപ്പിക്കാൻ വോട്ട് ചെയ്ത ഓരോ മനുഷ്യർക്കും ഇതൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ മെയ് മാസം 4-ാം തീയതി ഈ നാട്ടിൽ പുതിയ പ്രഭാതം വിടരും എന്ന് സ്വപ്നം കണ്ട സകലർക്കും നിരാശയും സങ്കടവും രോഷവുമാണ് ഉണ്ടാക്കുന്നത്. ഈ വൃത്തികെട്ട ചക്കളത്തി പോരാട്ടം ഇങ്ങനെ തുടർന്നാൽ ഇനി വരാൻ പോകുന്ന 5 വർഷം ഈ നാടിൻ്റെ ഗതി എന്താവും എന്നോർത്ത് അവർക്ക് വോട്ട് ചെയ്തവർ വിലപിക്കാൻ തുടങ്ങി. പിണറായിയുടെ CPMന് വോട്ട് ചെയ്തവർ വിലപിക്കാൻ തുടങ്ങിയത് കുറെ കാലം കഴിഞ്ഞാണ്, പ്രത്യേകിച്ച് 2ാം ഭരണം ആരംഭിച്ച ശേഷം. ഇതിപ്പോൾ ഇതാ ഭരണം കിട്ടുമെന്ന് ഉറപ്പാകുന്നതിന് മുൻപ് തന്നെ ഇവറ്റകൾ പരസ്പരം വലിച്ചു കീറി ചോര കുടിച്ച് ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ ആരാണ് തോറ്റുപോകുന്നത്? അവർക്ക് വോട്ട് ചെയ്തവരും അവർക്ക് വേണ്ടി ശബ്ദിച്ചവരുമായ സാധാരണ മനുഷ്യർ. ഇവരോടൊക്കെ ചോദിക്കാൻ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പെറ്റിട്ടു പോരേടോ ശവങ്ങളെ പേരു കുറിക്കാൻ. പെറുമെന്നൊരു ഉറപ്പുമില്ല, അധികാരം കിട്ടുമെന്നൊരു ഉറപ്പുമില്ല, പെറ്റാൽ ജീവനോടെ കിട്ടുമെന്ന് ഉറപ്പില്ല, അധികാരത്തിലെത്തുമെന്നൊരു ഉറപ്പുമില്ല. എന്നിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കിടന്ന് ഇങ്ങനെ നിലവിളിക്കുമ്പോൾ എന്താണ് നിങ്ങളോടൊക്കെ പറയുക? മാന്യന്മാരിൽ മാന്യന്മാർ എന്ന് മലബാറുകാർ പറയുന്ന കോഴിക്കോട്ടുകാരുടെ സ്വന്തം രാഘവേട്ടനാണ് ഏറ്റവും ഒടുവിൽ ചക്കളാത്തി പോരാട്ടത്തിൽ കളം പിടിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇന്നലെ ഹൈക്കമാൻഡ് ഇടപെട്ടതോടെ മുഖ്യമന്ത്രി കസേര വിവാദം അവസാനിച്ചെന്ന് കരുതിയപ്പോഴാണ് രാഘവേട്ടൻ പൊട്ടിത്തെറിച്ച് രംഗത്തെത്തിയത്. രാഘവേട്ടൻ നേരത്തെ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു നീക്കം നടത്തിയിരുന്നു. ശശി തരൂരുമായി കേരളം മുഴുവൻ പര്യടനം നടത്താൻ നേതൃത്വം കൊടുത്തത് രാഘവേട്ടനായിരുന്നു. എന്നിട്ട് ഒടുവിൽ ശശി തരൂർ പാർട്ടിക്ക് പുറത്താവുന്ന അവസ്ഥയായപ്പോൾ രാഘവൻ പിന്മാറിയതാണ്. ഇപ്പോഴിതാ ഒരു കാരണവുമില്ലാതെ പുതിയ വെടിയും പൊട്ടിച്ചുകൊണ്ടിറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി കസേര വിവാദം അനാവശ്യമാണെന്ന് പറഞ്ഞ് സദാചാര പോലീസ് ചമയാൻ എത്തിയതാണ്. പറഞ്ഞു വെച്ചതോ MP-മാർ മത്സരിക്കരുതെന്ന് ആരുടെ തീരുമാനമാണ്? ചിലർ വാശി പിടിച്ചു, എന്നോട് ചിലർ തോൽക്കുന്ന സീറ്റ് നിൽക്കാൻ പറഞ്ഞു, ഞാനിതൊക്കെ തുറന്നു പറയും എന്ന് പറഞ്ഞ് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് സ്വരം. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട, ഞാൻ ആരുടെ ലീഡേഴ്സിന്റെ പേര് പറയുന്നില്ല, ഇപ്പോൾ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടവരുണ്ട്. തോൽക്കുന്ന സീറ്റ് എടുത്ത് മത്സരിക്കണം, ജയിക്കുന്ന സീറ്റല്ല, തോൽക്കുന്ന സീറ്റ് എടുക്കണം. അങ്ങനെ എടുത്താൽ കോഴിക്കോട് ജയിച്ചു വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തോൽക്കുന്ന സീറ്റ് എടുക്കണം എന്ന് പറഞ്ഞ നേതാക്കൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പോഴാരും പറഞ്ഞില്ല. ആ സമയത്തും എന്നോട് പറഞ്ഞ നേതാക്കൾ, വാക്ക് തന്ന നേതാക്കളുമുണ്ട്, ഇന്ന സീറ്റിൽ മത്സരിക്കണം. അതും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ സമയം വരുമ്പോൾ പറഞ്ഞോളാം. ഇവിടെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമല്ല. ആരാണോ അന്ന് ഇതിനു വേണ്ടി എന്നോട് സംസാരിച്ചത്, മത്സരിക്കണമെന്ന് പറഞ്ഞത്, അത്തരം ആളുകൾ തന്നെയാണ് ഡൽഹിയിൽ വന്ന് MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചത്. ആ വാശിയാണ് അന്ന് ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിന് ആ വാശി ഒരിക്കലും ഒരു പ്രശ്നമാകരുത് കരുതിക്കൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് MP-മാർ മത്സരിക്കേണ്ട തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം കൊണ്ടല്ല മത്സരിക്കൊള്ളാം. ഈ കേരളത്തിലുള്ള കോൺഗ്രസിലെ ചില ലീഡേഴ്സ് അവർ അന്ന് വാശി പിടിച്ചുകൊണ്ടാണ്. അവരുടെ ദുർവാശിയാണ് സത്യം പറഞ്ഞാൽ. ശ്രീമാൻ MK രാഘവനോട് ചോദിക്കാനുള്ളത്, തോൽക്കുന്ന സീറ്റിൽ മത്സരിക്കണമെന്ന് MK രാഘവനോട് ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തം താല്പര്യത്തെക്കാൾ താല്പര്യം പാർട്ടിയോടാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വാസ്തവത്തിൽ MP-മാർ ചെയ്യേണ്ടത് എന്താണ്? തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലത്തിൽ മത്സരിക്കണം. എന്തായാലും അത്തരം മണ്ഡലങ്ങൾ വിട്ടുകളയാൻ പറ്റില്ല. അവിടെ ആരെങ്കിലും മത്സരിച്ചാൽ മതിയാവൂ. MP എന്ന മനോഹരമായൊരു പദവിയുള്ള ഒരാൾ ജനപ്രിയനായതുകൊണ്ട് തന്നെ അത്തരം സീറ്റുകളിൽ മത്സരിച്ചാൽ, ജയിച്ചാൽ അതൊരു മഹാസംഭവമായി മാറും. ജയിച്ചാൽ അവർക്ക് മന്ത്രി പദവിയും കിട്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശയം വെച്ചത് ആരാണെങ്കിലും അയാളെ അംഗീകരിക്കുകയാണ്, ആദരിക്കുകയാണ്. അല്ലാതെ അയാൾ എന്തോ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്
കെ സുധാകരൻ പിണറായിക്കെതിരെ ധർമ്മടത്ത് മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജയിച്ചെന്ന് വന്നേനെ, പിണറായിയുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചേനെ. അഥവാ പിണറായിയെ തോൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു പരാതിയും ആർക്കുമില്ലാതെ മന്ത്രിയാകാനും കഴിയുമായിരുന്നു. എന്നാൽ സുധാകരനെ ജയിക്കുമെന്ന് ഉറപ്പുള്ള കണ്ണൂർ തന്നെ വേണം. എം കെ രാഘവന് MP സ്ഥാനം ഉള്ളപ്പോൾ എന്തുകൊണ്ട് തോൽക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിച്ചുകൂടാ? സകല MP മാരും മത്സരിക്കേണ്ടത് തോൽക്കുന്ന മണ്ഡലങ്ങളിലാണ്. അതാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം. രാഘവൻ പറയുന്നു MP മാർ മത്സരിക്കരുത് എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നില്ല, അത് ചിലർ കെട്ടിപ്പൊക്കിയെടുത്തതാണെന്ന്. നാണമുണ്ടോ രാഘവ ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ? നിങ്ങളെ MP ആയി തെരഞ്ഞെടുത്തിരിക്കുന്ന 5 വർഷം ആ നാട്ടിൽ MP എന്ന പണി ചെയ്യാനാണ്. അതിനിടയിൽ നിങ്ങൾക്ക് MLA ആവാൻ മോഹമുണ്ടായെങ്കിൽ അതിന്റെ ലക്ഷ്യം മന്ത്രി കസേരയാണ്. അങ്ങനെ മന്ത്രി കസേരയിൽ മോഹമുള്ള നിങ്ങൾ MP ആവാൻ പോവരുതായിരുന്നു. MP ആയിരിക്കവേ MLA ആവാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുത്ത ജനങ്ങളെ വെല്ലുവിളിക്കുന്നത് തുല്യമാണ്. ഏതെങ്കിലും ഒരു നേതാവ് MP മാർ മത്സരിക്കേണ്ട എന്ന് പിടിവാശി കാണിച്ചെങ്കിൽ അത് അന്തസ്സുള്ള നിലപാടാണ്, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. അതിൻ്റെ പേരിൽ പുണ്യവാളനാവാൻ രാഘവൻ ശ്രമിക്കരുത്. MLA ആവാനും മന്ത്രിയാവാനും മോഹമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടിച്ചു കയറി നിങ്ങൾ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയത്? അവിടെ മത്സരിക്കാൻ വേറെ ആളില്ലായിരുന്നോ? ലോക്സഭയാണ് ഉറപ്പായും ജയിക്കുന്ന മത്സരം. നിങ്ങളില്ലെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ പരിചയം കുറഞ്ഞ പലരും മത്സരിക്കാനുണ്ട്. കണ്ണൂരിൽ സുധാകരൻ ഇല്ലായിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുമായിരുന്നു. അപ്പോൾ അത് വേണം. അത് കഴിഞ്ഞപ്പോൾ ഇനി നിയമസഭ വേണം. നിയമസഭയിൽ തോറ്റാൽ MP ആയി തുടരാമല്ലോ. അതുതന്നെയല്ലേ, നിങ്ങൾ നിയമസഭയിൽ തോറ്റാൽ MP ആയി തുടരുമെങ്കിൽ നിങ്ങൾ തോൽക്കുന്ന മണ്ഡലങ്ങളിൽ മത്സരിച്ച് ശ്രമിക്കണം. അതാണ് അന്തസ്സും വെല്ലുവിളിയും ധീരതയും. എന്നിട്ട് നിങ്ങൾ കുറ്റം പറയുന്നു. നിങ്ങൾ PV അൻവറിനെ കണ്ടുപഠിക്കൂ. PV അൻവർ തന്റെ സിറ്റിംഗ് സീറ്റ് ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് വന്നതാ. അയാൾ തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അയാളുടെ മാതൃക നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അയാൾ മത്സരിച്ചത് എവിടെയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകന്റെ ഒരിക്കലും കിട്ടില്ല എന്നുറപ്പുള്ള സീറ്റിൽ. അതാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത്. അത്തരം ചങ്കൂറ്റം നിങ്ങൾക്ക് ആർക്കുമില്ല. എന്നിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറഞ്ഞ നേതാവിനെ കുറ്റം പറയുന്നു. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? ഈ വിവാദം തുടങ്ങി വെച്ചവർ ആരാണെങ്കിലും അവർ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി 10 വർഷം അധികാരമില്ലാതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇനി 5 വർഷം കൂടി അധികാരമില്ലെങ്കിൽ കോൺഗ്രസിന്റെ അടിവേര് BJP-കാർ മാന്തിപ്പറിച്ചു കൊണ്ടുപോകും. ലീഗ് CPM-ന്റെ പക്ഷത്തേക്ക് പോകും. പിന്നെ ഇവിടെ CPM-ഉം ലീഗും ചേർന്ന് എക്കാലവും ഭരിക്കും. കോൺഗ്രസ്സുകാരിൽ 90% പേരും BJP-യിലേക്ക് പോകും. വളരെ കുറച്ച് പേർ CPM-ലേക്കും പോകും. പിന്നെ ഇവിടെ എക്കാലവും CPM-ന് ദുർഭരണമായിരിക്കും. ആർക്കും ഒന്നും ചോദിക്കാൻ കഴിയാതെ ലീഗിന്റെ പിന്തുണയോടെ. ഇതാണ് യാഥാർത്ഥ്യം. ലീഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ആരുമില്ല എന്ന് കരുതുക. ലീഗിന്റെ പിൻബലത്തിൽ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയോട് ഭരിക്കുന്നത്. എന്നിട്ടും ഇത്രയും അഹങ്കാരമോ? നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാവാൻ ഇടിയോ? നാണമുണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ പേര് പറഞ്ഞ് ബഹളം വയ്ക്കാൻ? ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് നിങ്ങളിൽ ഉത്തരവാദിത്വമുള്ള ആരെങ്കിലും മുഖ്യമന്ത്രിയായി ഈ നാട് ഭരിക്കാനാണ്. ഇവിടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഉയർത്തിക്കാട്ടുന്ന 3 നേതാക്കൾക്കും യോഗ്യതയുണ്ട്. അല്ലാത്ത എത്രയോ നേതാക്കളുണ്ട്. കെ മുരളീധരന്റെ യോഗ്യതയില്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യോഗ്യതയില്ലേ? നിയമസഭയിലേക്ക് വന്നിരിക്കുന്ന എത്ര പേർക്ക് യോഗ്യതയുണ്ട്? ഇവരിൽ ആരാണോ കൂടുതൽ യോഗ്യൻ, കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാടിന് നല്ലത് എന്ന് എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കണം. അതിനാണ് വർക്കിംഗ് കമ്മിറ്റിയും KPCC-യും ഒക്കെ ഉള്ളത്. ആലോചിച്ച് നാടിന് നന്മയുള്ള ഭൂരിപക്ഷം പേരുടെ പിന്തുണയുള്ള ആളെ തെരഞ്ഞെടുക്കണം. ഇവിടെ ഈ ചർച്ച തന്നെ അനാവശ്യമല്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അയോഗ്യതയുമില്ല, KC വേണുഗോപാൽ ഒരു അയോഗ്യതയുമില്ല, സംശയമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെക്കാൾ കൂടുതൽ യോഗ്യത സതീശനാണ്. മറ്റുള്ളവർ അയോഗ്യരായതുകൊണ്ടല്ല, സതീശനാണ് 5 വർഷം പടപൊരുതിയത്. ആ ഒറ്റ കാരണം കൊണ്ട് സതീശന് കൂടുതൽ യോഗ്യതയുണ്ട്. അത് പരിഗണിക്കുക തന്നെ വേണം. എന്നാൽ സതീശന് ചില വീഴ്ചകൾ ഉണ്ടാവാം. സതീശനെ എല്ലാവരും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ ചർച്ച ചെയ്യണം, പരിഹാരമുണ്ടാക്കണം. അല്ലാതെ ഇവിടെ ഗ്രൂപ്പ് തിരിഞ്ഞ് വൈരമുണ്ടാക്കി പലരും കക്ഷി ചേർന്ന് വോട്ട് പിടിക്കാൻ നാണമുണ്ടോ? ശ്രീമാൻ KC വേണുഗോപാലിന്റെ ഭാഗത്ത് വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ ഈ ചക്കളാത്തി പോരാട്ടം എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പല നേതാക്കളും രംഗത്ത് വരുന്നു. അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള നേതാക്കളാണ്. മാത്യു കൊഴുനാടൻ മുതൽ പഴകുളം മധു വരെ, രമ്യ ഹരിദാസ് മുതൽ റോജി M. ജോൺ വരെ അവരൊക്കെ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും അത് KC വേണുഗോപാൽ അറിഞ്ഞുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നടന്നതാണെന്ന് കരുതും. കേരള മുഖ്യമന്ത്രി എന്നതിനേക്കാൾ ഉയർന്ന പദവിയല്ലേ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി? എവിടെയെല്ലാം കോൺഗ്രസ് ഭരിക്കുന്നുവോ അവിടെയൊക്കെ ഭരണം നിയന്ത്രിക്കാൻ കെൽപ്പുള്ള പദവിയല്ലേ? ആ പദവി മടുത്തോ? അതോ ഇനി ഒരിക്കലും കോൺഗ്രസ് പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ഉത്തമ ബോധ്യത്തിലാണോ തിരിച്ചു വരുന്നത്? വാസ്തവത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ബാധ്യസ്ഥനായ KC വേണുഗോപാൽ ഈ പോരാട്ടത്തിന്റെ ഏതെങ്കിലും അറ്റത്ത് പിടികൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം കഷ്ടമാണ്. കാരണം ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്തത് പിണറായിയുടെ ദുർഭരണം അവസാനിപ്പിക്കാനാണ്. ആ ദുർഭരണം അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജനങ്ങളെ ഇങ്ങനെ ചക്കളാത്തി പോരാട്ടം നടത്തി നാണം കെടുത്തരുത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ സാഹചര്യമാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്തവർ ആ വോട്ട് പിൻവലിക്കാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന്
ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ദയവായി തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിന് മുൻപ് ജനങ്ങളെ ഇങ്ങനെ നിരാശപ്പെടുത്തരുത്. നിങ്ങൾക്ക് കാലം ഒരിക്കലും മാപ്പ് നൽകില്ല.